ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കപ്പലണ്ടി ബർഫിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ മെയിനായിട്ട് വേണ്ടത് കപ്പലണ്ടിയാണ് കേട്ടോ, കടലയില്ലേ. അപ്പോൾ ആ ഒരു കടല നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഓൾറെഡി വറുത്ത കടലയാണ്, അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ തോല് മൊത്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ തോല് മൊത്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഒരു കപ്പ് നിറയെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ കപ്പലണ്ടി മിഠായിയുടെ വീഡിയോ ഞാൻ കുറേ മുന്നേ അപ്ലോഡ് ആക്കിയതാണ് ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ അതിന് ഒരുപാട് വ്യൂസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അതും. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു കപ്പലണ്ടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, ഒന്ന് റഫായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. കണ്ടല്ലോ, ഇതുപോലെ ഒരു തരത്തിരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കത് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. ഇതിന് നന്നായിട്ട് അതിന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് കപ്പലണ്ടിയിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. 1/2 കപ്പിലും കൂടുതൽ ആയിട്ട് പഞ്ചസാര എടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് കറക്റ്റായിട്ട് വരുന്നത്. ഒരു കപ്പ് കപ്പലണ്ടിയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്തൊന്നും ഇളക്കി കൊടുക്കാൻ പാടില്ല. നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം വേണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് അത് സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ബട്ടർ പേപ്പറാണ് എടുക്കുന്നത്. ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കേക്കിലൊക്കെ ഉപയോഗിക്കില്ല ഗ്ലാസ് പേപ്പർ, അത് എടുത്താലും കുഴപ്പമില്ല കേട്ടോ, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും സാധാ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവില്ല, അതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയിട്ട് അത് റെഡിയാക്കി വെക്കട്ടെ. ഈ ഒരു സമയം കറക്റ്റായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കുക. ആ സമയം കൊണ്ട് കണ്ടല്ലോ, പഞ്ചസാര ഇവിടെ പകുതിയോളം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം നന്നായിട്ട് തന്നെ അലിയിച്ചെടുക്കാൻ. അത് നന്നായിട്ട് അലിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് പൊടിച്ചിട്ടുള്ള കപ്പലണ്ടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കയ്പ്പ് ടേസ്റ്റായിട്ട് മാറും. ആ പഞ്ചസാര അറിയാലോ, പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ചായി അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അലിഞ്ഞ് വന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിനു ശേഷം അതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ഭാഗത്തോളം കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ലൈന് കുറവാണെന്നൊക്കെ നമുക്ക് ഒരു സംശയം തോണ്ടാവും കേട്ടോ. പക്ഷേ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. സിമ്പിളാണ് കേട്ടോ, ചെയ്തെടുക്കാൻ ഒരു ടെൻഷനും വേണ്ട. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ചെയ്തെടുക്കേണ്ട മാത്രമേ ഉള്ളൂ ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. കണ്ടല്ലോ, ഇതിവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പാനിൽ നിന്ന് തന്നെ ഇത് ഉറച്ചു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റാക്കി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത് ആ ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി റോളറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര തിക്നെസ്സിൽ വേണോ അതിനനുസരിച്ച് ആക്കിയെടുക്കട്ടെ. ഞാനിപ്പോൾ അത്യാവശ്യം നേരിയതാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം, കഷ്ണങ്ങൾ പീസാക്കിയിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അധികം തിക്കൊന്നുമല്ല, ചെറിയ നേരിയതാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് നേരിയതാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്.
പീസസിൻ്റെ എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നേരിയതാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇത് ജസ്റ്റ് ഭാഗം ഒന്നൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കട്ടെ. കട്ട് ചെയ്തെടുക്കരുത്. ജസ്റ്റ് നമുക്ക് ഏത് ഷേപ്പിൽ വേണോ അതിനനുസരിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതി. മറ്റേത് ഹാർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ച് ആക്കി കൊടുക്കുക. ഉണ്ടല്ലോ ഇതുപോലെ നമുക്ക് മൊത്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കട്ടെ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഓവർ ടൈമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് മാറ്റിയപ്പോഴേക്കും ഇത് കണ്ടല്ലോ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ക്യാൻഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ ബട്ടർ പേപ്പറിലൊക്കെ ആവുമ്പോൾ റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ആ കറക്റ്റ് ആയിട്ട് നമുക്കത് പൊട്ടിച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങൂലേ ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു കപ്പലണ്ടി മാത്രമേ ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. പണ്ടല്ലോ ഇതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്യാൻഡി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിന് പകരം ഇതുപോലെ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുത്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.